കല്യാണക്കത്ത് ശേഖരത്തിലൂടെ ഗിന്നസ് ബുക്കിൽ ഇടം നേടാനുള്ള ഒരുക്കത്തിലാണ് കോഴിക്കോട് നടക്കാവ് സ്വദേശി MK ലത്തീഫ്. 90 വർഷങ്ങൾക്ക് മുൻപുള്ള ക്ഷണക്കത്തുകൾ വരെ ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. കാണാം ലത്തീഫിന്റെ കൗതുക ശേഖരം. 1934 മുതൽ 2024 വരെയുള്ള കല്യാണ ക്ഷണക്കത്തുകളാണിത്. 8 വർഷം മുമ്പ് കോഴിക്കോട് നടക്കാവ് സ്വദേശി ലത്തീഫ് ആരംഭിച്ച ഒരു കൗതുക ശേഖരം. ഡിസൈൻ ഒന്നുമില്ലാത്ത കാലത്തുള്ളത് മുതൽ വിവാഹിതരുടെ ഫോട്ടോ ഉൾപ്പെടുത്തിയതുവരെയുള്ള ക്ഷണക്കത്തുകൾ. കോഴിക്കോട്, കണ്ണൂർ, എറണാകുളം ജില്ലകളിൽ നിന്നുള്ളവയാണ് ഏറെയും. കൂട്ടത്തിൽ തമിഴ് കത്തുകളും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ആദ്യം കൗതുകമായിട്ട് തുടങ്ങിയത്, പിന്നെ അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ പുതിയ തലമുറ ഇങ്ങനെ കത്തൊന്നും അടിക്കുന്നില്ല കല്യാണത്തിന്. എല്ലാവരും ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് കല്യാണത്തിന് ക്ഷണിക്കുന്നത്. പിന്നെ നമുക്ക് കല്യാണ രജിസ്ട്രേഷൻ മാത്രം ഒരു കത്ത് അവിടെ ഹാജരാക്കണം. അത് മാത്രമേ ഇപ്പോൾ പ്രിൻറ്റിങ് ചെയ്യുന്നുള്ളൂ പലരും. തുടക്കകാലത്തെ കത്തുകൾക്ക് താരതമ്യേന വലുപ്പം കുറവാണ്. ഇന്നുള്ളതുപോലെയുള്ള ആഡംബരങ്ങളൊന്നുമില്ല. കല്യാണ വിവരങ്ങൾ മാത്രമടങ്ങിയ ഒരു ലഘുരേഖ. ഗിന്നസ് റെക്കോർഡാണ് ലത്തീഫിന്റെ ലക്ഷ്യം. നിലവിൽ ഗിന്നസ് റെക്കോർഡ് പാകിസ്ഥാൻ സ്വദേശി സാം മുഹമ്മദിനാണ്. 341 ക്ഷണക്കത്തുകൾ. നിലവിലെ റെക്കോർഡ് മറികടക്കാൻ 344 എണ്ണം പ്രദർശിപ്പിക്കണമെന്നാണ് ഗിന്നസ് അധികൃതരുടെ നിർദ്ദേശം. എന്നാൽ ലത്തീഫിന്റെ കൈവശം 2300 കത്തുകളുണ്ട്. ഗിന്നസ് പ്രതിനിധി സലീം പടവണ്ണയും സംഘവും ക്ഷണക്കത്തിന്റെ എണ്ണവും വർഷവും തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കൗതുകത്തിന് തുടങ്ങി, പിന്നെ അത് ശേഖരിച്ചപ്പോൾ ഏകദേശം 2300 മുകളിൽ കത്തുകൾ ശേഖരിച്ചു. പിന്നെ അന്വേഷിച്ചപ്പോൾ അത് ഗിന്നസിൽ കൊടുക്കാന്നുള്ള ഒരു റെക്കോർഡിന് കിട്ടും എന്നുള്ള തോന്നിയപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഗിന്നസിലേക്ക് കൊടുത്തിരിക്കുകയാണ്. കല്യാണ ക്ഷണക്കത്തുകൾ മാത്രമല്ല, പണ്ടുകാലത്ത് അവ അച്ചടിക്കാൻ ഉപയോഗിച്ചിരുന്ന പ്രസ് അച്ചുകളും ലത്തീഫിന്റെ കൈവശമുണ്ട്. കത്തുകൾ ഇന്ന് പലയിടത്തും കാണാനില്ല. പകരം സാമൂഹ്യ മാധ്യമങ്ങൾ സ്ഥാനം പിടിച്ചു. അതുകൊണ്ട് തന്നെ ലത്തീഫിന്റെ ഈ ശേഖരം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ്. ക്യാമറാമാൻ അമർജിത്ത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.